എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? തീർത്തില്ലേ? വെരി മച്ച്. ഇതാണ് എലിഫന്റ് ലേക്ക്. പണ്ട് ഇവിടെ ഇത്രയും കാടൊന്നുമില്ലായിരുന്നു. ഇപ്പൊ മൈസൂരിൽ നിന്ന് വരെ മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരും. ബസ്സിൽ വരും. നമുക്കൊരു സെൽഫി എടുക്കാം. അച്ഛനെ കാണിച്ചിട്ട് സർപ്രൈസ് ആക്കാം. മതി. ഒരു വീഡിയോ എടുക്കാം. നോക്കാം. അപ്പൊ ആനക്കുളം കണ്ടല്ലോ അല്ലേ? ആ, ഞാനിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാ. ഇപ്പൊ വഴിയൊക്കെ മറന്നുപോയി. ഇപ്പൊ വഴി മനസ്സിലായല്ലോ അല്ലേ? ആ, എന്നാ വിട്ടോളി. മനസ്സിലായില്ല. അതെ, അത് ഇവിടെ നടക്കൂല. ഏത്? ഈ പൊട്ടം കളിക്കൊന്നും വേണ്ട. ഇതേ സ്ഥലം വേറെയാ. ഇവിടെ എമ്മാരി ഇടപാടൊന്നും നടക്കൂല. എമ്മാതിരി ഇടപാട്? ഇതാരാ മോള? മോളാണെങ്കിൽ എന്റെ സ്വന്തം മോള? എന്റെ സ്വന്തം മോളല്ല, എന്റെ കൂട്ടുകാരന്റെ മോള. ഓ, കൂട്ടുകാരന്റെ മോള്. ഓന്റെ അല്ല. ഈ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കാട്ടിക്കൊണ്ടുവന്നിട്ടേ അതിവിടെ നടക്കൂല. ഏയ് മിസ്റ്റർ, ഈ മിണ്ടണ്ട. എന്നോട് ചോദിക്കുമ്പോ പറഞ്ഞാ മതി. ഓളേറി മിസ്റ്റർ. ഏതാടാ ഈ ചരക്ക്? ഏതോ കോളേജിൽ പഠിക്കുന്ന പെണ്ണ. എന്റെ പേരെന്താടി? മര്യാദക്ക് സംസാരിക്കടോ. ഇല്ലെങ്കിൽ നമ്മളെ മര്യാദ പഠിപ്പിക്കോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്താടി എന്റെ പേര്? ശ്രുതി. ഇയാൾ എന്റെ ആരാ? എന്റെ അങ്കിളാ. ഇവനൊക്കെ ഒരു പേരാടാ, അങ്കിള്. അപ്പൊ അതെ, പോവാൻ വരട്ടെ. അന്റെ പേരും അഡ്രസ്സും ഒക്കെ തന്നേക്ക്. നാളെ ഈ പെൺകുട്ടിയൊക്കെ ഒന്ന് കാട്ടിക്കളഞ്ഞാലേ പോലീസിനോട് ഞങ്ങൾ സമാനം പറയേണ്ടി വരും. ഇല്ല ഹംസക? അങ്ങനെ തന്നെ വേണ്ട. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേ മുമ്പൊക്കെ ഒരു സംശയം ഉണ്ടായി. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? കണ്ടോ കണ്ടോ, ഓളെ നാക്കിന്റെ ഒരു ബലം കണ്ടോ? അതെ, ഈ കുളം ഞാനും ഒക്കെ കൂടെ ചേർന്നാ കുഴിച്ചത്. 10-20 കൊല്ലം മുമ്പ്. ഈ വലിയ വർത്താനൊന്നും പറയണ്ട. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കുളം കാട്ടിത്തരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ ജീവിതം കുളവാക്കല ഇവന്റെ ഒക്കെ പരിപാടി. നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കും. സംസാരിച്ച് നമുക്ക് അപ്പൊ അറിയാം. അങ്കിൾ വാ, നമുക്ക് പോവാം അങ്കിൾ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഹംസക ഞങ്ങൾ ചോദിക്കുന്നു. അല്ല, ഇജ്ജ് എന്തിനാ ഇവിടെ വന്നിക്കണ്? അന്റെ വീട് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? നീ എവിടെയാ പഠിക്കുന്നത്? ഊട്ടിയില്. നിങ്ങൾ സംസാരിച്ചോളൂ. ഓ, സിഗ്നൽ. ജോസഫേ, അത് കിട്ടൂല. ഇത് നമ്മളെത്ര കണ്ടിക്കണ്. ഓരെ അങ്ങോട്ട് വിട്ടേക്ക്. അങ്ങനെ വീണ്ടാടാ പോയിക്കാ. നാട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ കടയുടെ കാര്യം നോക്കിയാൽ അല്ല, ഈ അങ്ങോട്ട് പോണത്. പോലീസ് വരട്ടെ. എന്നിട്ട് പോയാൽ മതി. വിട്ടാ മതി. വീട്ടായിരുത്തോനെ പോലീസിനെ വിളിച്ചു. അതൊക്കെ എപ്പോഴേ വിളിച്ചു. നിർത്തി, പോലീസ് വന്നിട്ട്. ഇവനാണല്ലേ? ഓനോ സാർ? അതെ സാറേ. സാർ, കൃഷ്ണൻകുമാർ. തന്റെ ഇംഗ്ലീഷ് ഒന്നും വേണ്ട. അതെ, നാട്ടുകാർക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാ മതി അല്ലേ? തന്റെ പേരെന്താ? കൃഷ്ണകുമാർ. നിന്റെ? ശ്രുതി. ശ്രുതി. മുഴുവൻ പേര് പറയടി. ശ്രുതി വിജയൻ. ശ്രുതി വിജയൻ. തന്തയും തള്ളി അറിഞ്ഞിട്ടാണോ ഈ സർക്കിട്ട്? ഇവനേതാ? എന്റെ അങ്കിളാ. എന്റെ അങ്കിളാ. അങ്കിള്? അങ്കിളാ? സാറേ, എനിക്ക് എന്റെ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ 1-2 കോള് വിളിക്കാനുണ്ട്. ഇയാളെ ഫോൺ ആരെടുത്താള്? ഫോൺ കൊണ്ട് തന്നെ. SP, IG, മന്ത്രി ഇവരൊക്കെ വിളിക്കാനാണെങ്കിൽ തൽക്കാലം ഇതെന്റെ കയ്യിലിരിക്കട്ടെ. നമ്മുടെ തൊപ്പി തെറിപ്പിക്കാനാണ്. രണ്ടാളും വണ്ടിയിലോട്ട് കയറ്. സാറേ, എന്റെ വണ്ടിയൊക്കെ സ്റ്റേഷനിൽ എത്തിക്കോളും. മധു, താക്കോല് വാങ്ങി വണ്ടി എടുത്തോ. സാർ, ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാ. ഓ, ഓട്ടോമാറ്റിക്. ഞങ്ങള് പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ. ഓട്ടോമാറ്റിക്. എടോ, വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ കെട്ടി വലിച്ചെടുക്കേ. രണ്ടിനും പിടിച്ചേറ്റ് വരും.